പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, തിരുപ്പിറവിക്കായിട്ട് ഒരുങ്ങുന്ന ഞങ്ങളെ ഓരോരുത്തരെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, പറുദീസായിൽ നഷ്ടപ്പെട്ട ഞങ്ങളുടെ ദൈവിക ജീവൻ, ദൈവമക്കളുടെ പദവി തിരികെ തരാൻ ലോകത്തില് സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് അങ്ങയുടെ വാഗ്ദാനം അങ്ങ് പൂർത്തിയാക്കിയല്ലോ. ഈ വാഗ്ദാനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ ഈ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ അങ്ങിലുള്ള സ്നേഹത്താൽ നിറയ്ക്കണമേ. കർത്താവെ, ജീവിതത്തിൻ്റെ ഞങ്ങളുടെ മേഖലകളിൽ അസ്വസ്ഥതകൾ നിഴൽ പരത്തുമ്പോൾ കർത്താവെ, ശാന്തതയിൽ അങ്ങയുടെ സ്വരം കേൾക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ആ ക്രിസ്മസിന്റെ തിരുപ്പിറവിയുടെ സന്തോഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ കൂടുതൽ സന്തോഷഭരിതമാക്കി മാറ്റട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിലെ സ്നേഹമുള്ളവരെ, ഡിസംബർ മാസത്തിന്റെ 15-ാം തീയതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വിഷയമായിട്ട് നമുക്ക് നൽകപ്പെടുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം, അതിന്റെ 19-ാം അധ്യായം 12-ാം തിരുവചനമാണ്. നമുക്കതിന്റെ ആ സാഹചര്യം, അതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ ശക്തനായ പ്രവാചകൻ ഏലിയ പ്രവാചകനെ കുറിച്ച് നമ്മൾ അല്പനേരം ഒന്ന് ചിന്തിക്കുകയാണ്. നമുക്കറിയാം, ഏലിയ പ്രവാചകൻ പഴയ നിയമത്തില് കർത്താവിന്റെ ശക്തനായ പ്രവാചകനായിരുന്നു. അതായത് ദൈവത്തിന്റെ ജനം സത്യദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞപ്പോൾ ദൈവം തന്റെ പ്രവാചകനെ അയച്ചുകൊണ്ട് ജനത്തെ അവരെ തിരികെ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഇപ്രകാരം ഏലിയ പ്രവാചകൻ കർമ്മലമലയില് ബാലിന്റെ പ്രവാചകന്മാരെ വധിച്ച ശേഷം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഹൊറേബിൽ എത്തിച്ചേരുന്ന ഏലിയ പ്രവാചകൻ ശക്തനായ പ്രവാചകനായിരുന്നു. എന്നാൽ നമ്മൾ കാണുന്നുണ്ട്, ഏലിയ ക്ഷീണിതനായിരിക്കുന്നു. ഏലിയ അഗ്നിയിറക്കിയ പ്രവാചകനാണ്, ബാലിന്റെ പ്രവാചകന്മാരെ തോൽപ്പിച്ചവനാണ്. പക്ഷേ ഒരുപാട് ക്ഷീണിച്ച് ഭയപ്പെട്ട് അദ്ദേഹം ഒരു കള്ളിമുൾ ചെടിയുടെ ചുവടിൽ വിളിച്ചിരിക്കുകയാണ്, ക്ഷീണിതനായിട്ട്. പ്രിയമുള്ളവരെ, ഇത് മനുഷ്യന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ക്ഷീണിതരായി ഒറ്റപ്പെട്ട് പലായനം ചെയ്യപ്പെട്ട് നമ്മളും പലപ്പോഴും അങ്ങനെ നഷ്ടധൈര്യരായിട്ടിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് ക്രിസ്മസ് നമുക്കിന്ന് പറഞ്ഞു തരുന്ന വലിയൊരു സന്ദേശമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം എവിടെയാണ്? ഏലിയോട് ചോദിക്കണ്ടേ, ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഏലിയ പറയുന്നുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. 10-ാം വാക്യത്തില് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 10-ാം തിരുവചനം നമ്മൾ വായിക്കുകയാണ്. ആ ദൈവത്തിന് വേണ്ടിയിട്ട് ജ്വലിക്കുന്ന ഏലിയ പ്രവാചകൻ. എന്നാൽ നമുക്ക് പിന്നീട് കണ്ട് ഏലിയ തളർന്നിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഏലിയ നീ പുറത്തേക്ക് വാ. അപ്പോൾ ഏലിയ നോക്കുന്നുണ്ട്, അവിടെ വലിയ ഒരു കൊടുങ്കാറ്റുണ്ടാകുന്നു. ആ കൊടുങ്കാറ്റില് ഏലിയ ദൈവത്തെ കാണുന്നില്ല. വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു. ആ ഭൂകമ്പത്തിലും ദൈവം ഏലിയാക്ക് പിന്നെ വെളിപ്പെട്ട് കിട്ടുന്നില്ല. പിന്നീട് കാണുന്ന വലിയൊരു അഗ്നി ഉണ്ടാകുന്നു. അവിടെയും ദൈവത്തെ കാണാനായിട്ട് ഏലിയാക്ക് സാധിക്കുന്നില്ല. അവസാനം ശാന്ത സുരഭിലമായ ശബ്ദത്തില്, ശാന്തതയിൽ ആ ദൈവത്തിന്റെ ആ സ്വരം ഏലിയ കേൾക്കുകയാണ്. 13-ാം അധ്യായത്തിലും 13-ാം വാക്യത്തിൽ കാണുകയാണ്. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മുറച്ച് പുറത്തേക്ക് വന്നു, ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവനൊരു സ്വരം കേട്ടു, ഏലിയ നീ ഇവിടെ എന്തു ചെയ്തു? അവൻ പ്രതിവചിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. കർമ്മലിത്ത സഭയുമായിട്ട്, ഞാൻ കർമ്മലിത്ത സഭ അംഗമാണ്, അതുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. കർമ്മലമലയിലാണ് ഈ കർമ്മലിത്ത സഭ രൂപം കൊണ്ടത്, ആരംഭിച്ചത്. ആ ഏലിയ പ്രവാചകന്റെ തീഷ്ണത, ജ്വലിക്കുന്ന തീഷ്ണതയിൽ, ശാന്തതയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സ്വരം കേട്ട ഏലിയായെ പോലെ ഇന്നതായി ക്രിസ്മസ് ദിനങ്ങളിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം, ശബ്ദകോലാഹലങ്ങളുടെ മധ്യത്തില് പിന്നെ ബഹളങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ് നമ്മളൊക്കെ. ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ശബ്ദങ്ങള്, നമ്മളെ സോഷ്യൽ മീഡിയ ഒരുപാട് നമ്മളെ സ്വാധീനിച്ചിരിക്കുകയാണ്. ഒരുപാട് പിന്നെ ഡിസ്ട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതിന്റെയൊക്കെ മധ്യത്തിൽ ദൈവം നമ്മോട് പറയാണ്, ശാന്തമാവുക, ഞാൻ കർത്താവാണെന്നറിയുക. ഈ ശാന്തതയിൽ, ശബ്ദങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കട്ടെ. പ്രീ ക്രിസ്മസ് സമയം അതിനുള്ള സമയമാണ്. നിശബ്ദതയില്
അത് രാജകീയമായ പ്രകടനങ്ങളൊന്നുമില്ല. ശാന്തതയാണ് ക്രിസ്മസ്. ഒരു ചെറിയ ഗുഹയില് ശാന്തമായ രാത്രിയിൽ ദൈവത്തിന്റെ പുത്രനായ മിശിഹ ആ പുൽക്കൂട്ടിൽ ജന്മമെടുക്കുന്നു. നമുക്ക് ശാന്തത തരാൻ, കലുഷിതമായി നമ്മുടെ ഹൃദയം, ഇരുളടഞ്ഞു പോയ നമ്മുടെ ഹൃദയവും മനസ്സും ഒക്കെ പ്രകാശപൂരിതമാക്കാൻ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായ മിശിഹ ഇതാ നമ്മുടെ മധ്യേ, നമ്മുടെ ഇടയിൽ നമ്മിലൊരുവനായിട്ട് ജനിക്കുകയാണ്. ശാന്തമായി ആ രാത്രിയിൽ ലോകം ദൈവത്തിന്റെ രക്ഷ കാണുകയാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു. ഏലിയാ പ്രവാചകനെ പോലെ ദൈവത്തിനു വേണ്ടി നമുക്ക് ദാഹിക്കാം. സൈന്യങ്ങളുടെ കർത്താവിനെ കുറിച്ചുള്ള അതീവ തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഓരോ ക്രൈസ്തവനും ഈശോയെ കാണാൻ, ഈശോയെ സ്വന്തമാക്കാൻ ജ്വലിക്കണം. ഇന്ന് നമ്മൾ മറ്റു പലതിന്റെ പുറകെയാണ്. ലോകത്തിന്റെ പുറകെ, ജഡമോഹത്തിന്റെ പുറകെ, ഭക്ഷണത്തിന് പുറകെ നമ്മളെ ഭരിക്കുന്ന ഒരുപാട് കാര്യങ്ങള്. ഇന്ന് ഭയം നമ്മളെ ഭരിക്കുകയാണ്, അസ്വസ്ഥത നമ്മളെ ഭരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് അസ്വസ്ഥതകൾ മധ്യേ നിൽക്കുമ്പോൾ ഒരു നിമിഷം ദൈവത്തിന്റെ സ്വരം ശാന്തതയിൽ നമ്മൾ കേൾക്കുക. നീ ശാന്തമാവുക, ഇതാ ജീവിക്കുന്നവനായ ദൈവം, നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ സ്വരം എല്ലാ നേരവും ശ്രവിച്ച് ശാന്തതയിൽ കർത്താവ് നമുക്ക് നൽകുന്ന സമാധാനം സ്വന്തമാക്കാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഡിസംബർ 15-ാം തീയതി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് നൽകുന്ന സന്ദേശം നിശബ്ദതയിൽ ദൈവത്തെ കണ്ടെത്തുക. നമുക്കറിയാം, സ്വരങ്ങള് അസ്വസ്ഥത കൊള്ളുമ്പോൾ ദൈവം അകന്നു പോകുന്നില്ല. പക്ഷേ നമ്മൾക്ക് ദൈവത്തിന്റെ സ്വരം കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കതുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, കർത്താവേ, ഞങ്ങളുടെ ഉള്ളിലെ ശബ്ദങ്ങളെ ശാന്തമാക്കണമേ. അങ്ങയുടെ നേർത്ത ശബ്ദം കേൾക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കണമേ. കർത്താവേ, ലോകത്തിന്റെ ഒരുപാട് അസ്വസ്ഥതകളിലും ആകുലതകളിലും കഴിയുന്നവരായി ഞങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തില് ഞങ്ങളുടെ ഒരുപാട് പിടിച്ച് ഉലയ്ക്കുന്ന ഒരുപാട് അസ്വസ്ഥതകളും ആകുലതകളും മധ്യേ ഞങ്ങൾ തളർന്നു പോകുമ്പോൾ അങ്ങയുടെ സ്വരം ഞങ്ങൾ കേൾക്കട്ടെ. ശാന്തമാവുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്, നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്, നിനക്ക് ജീവൻ നൽകുന്ന ദൈവമാണ്. ഞാൻ നിന്റെ കർത്താവാണ്. അതെ പ്രിയമുള്ളവരെ, കർത്താവ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ രക്ഷ പ്രാപിക്കാൻ അവിടുന്ന് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച അവിടുത്തെ സ്നേഹം നമുക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ സ്വന്തമാക്കാം. കർത്താവേ, അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.